ജഗ്ദീപ് ധൻകർ അദ്ദേഹം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. രാജ്യസഭയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം ജൂലൈ 21, 2025 റിസൈൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ BSc LLB. അദ്ദേഹം ഒരു സീനിയർ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കാരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം മെമ്പറാകുന്നത് ജനതാദളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുമാണ്. 1991 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നത്. 2003 അദ്ദേഹം BJPയിൽ ജോയിൻ ചെയ്യുന്നു. 2019 മുതൽ 2022 വരെ വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം ഗവർണറായിരുന്നു. 2022 അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആകുന്നത്. 2 വർഷം കൂടെ അദ്ദേഹത്തിന് തീരാനുണ്ടായിരുന്നു. 2 വർഷം കൂടെ അദ്ദേഹത്തിന് കാലാവധി തീരാനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം റിസൈൻ ചെയ്തു, വളരെ പെട്ടെന്ന്, ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്. അദ്ദേഹം അതിന് എക്സ്പ്ലനേഷനായിട്ട് പറയുന്നത്, ടു പ്രയോറിറ്റൈസ് ഹെൽത്ത് കെയർ ആൻഡ് അബൈഡ് ബൈ മെഡിക്കൽ അഡ്വൈസ് ഐ ഹിയർ ബൈ റിസൈൻ ആസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇഫക്റ്റീവ് ഇമ്മീഡിയറ്റ്ലി. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കെയറിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയാണ്, മെഡിക്കൽ അഡ്വൈസ് അനുസരിച്ചാണ് അദ്ദേഹം റിസൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് 74 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ആളാണ്. കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൽ നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുമാത്രമല്ല, അദ്ദേഹം ഒരു 2 ആഴ്ച മുൻപ് അദ്ദേഹം ഒരു ഡൽഹിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇപ്രകാരമാണ്: ഐ വിൽ റിട്ടയർ അറ്റ് ദ റൈറ്റ് ടൈം, ഓഗസ്റ്റ് 2027, സബ്ജക്റ്റ് ടു ഡിവൈൻ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇത്തരത്തിൽ, അതായത് അദ്ദേഹം പറയുന്നത്, ഞാൻ റിട്ടയർ ചെയ്യും, ശരിയായ സമയത്ത് റിട്ടയർ ചെയ്യും, ഓഗസ്റ്റ് 2027 റിട്ടയർ ചെയ്യും. അപ്പോൾ ആരും തന്നെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു റെസിഗ്നേഷൻ. ഇനി പലരും പല തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഊഹാപോഹം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിക്കാതെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ പ്രതിപക്ഷം സമർപ്പിച്ച ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിന് ധൻകർ നേതൃത്വം നൽകി എന്നുള്ളതാണ്. ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ചെയ്ത കുറ്റം എന്താണെന്നാൽ, ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഡൽഹിയിൽ അദ്ദേഹം ജഡ്ജായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ ഒരു തീപിടുത്തം ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കത്തി നശിച്ച നിലയിൽ കോടിക്കണക്കിന് രൂപ കണ്ടെത്തുകയും ചെയ്തു. അതിൽ നിന്ന് യശ്വന്ത് വർമ്മയ്ക്കെതിരായിട്ട് ഒരുപാട് നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷവും ഈവൻ ഭരണപക്ഷവും ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടിക്ക് ഒരുങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പ്രതിപക്ഷം സമർപ്പിച്ച ഇംപീച്ച്മെൻറ്റ് ആണ് ഇദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ യശ്വന്ത് വർമ്മ ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ഇത്തരത്തിൽ ഒരു ക്യാഷ് അവരുടെ ഒഫീഷ്യൽ റെസിഡൻസിൽ ഉണ്ടായിരുന്ന കാര്യം അറിയില്ലായിരുന്നു. ആ മുറി യശ്വന്ത് വർമ്മ മിസലേനിയസ് ഐറ്റംസ് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു റൂമായിരുന്നു എന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ഈ പണത്തെപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദം ആരും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. 2024 രണ്ടാമത്തെ റീസണായിട്ട് പറയുന്നത്, 2024 അവസാനത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ധൻകർ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതായത് ജുഡീഷ്യൽ നടപടികളെ വിമർശിക്കുക, കർഷകരുടെ പ്രശ്നങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുക, സർക്കാരിതര കക്ഷികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള, അതായത് സർക്കാരുമായിട്ട് ചേർന്ന് നിൽക്കാതെ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ സർക്കാരുമായിട്ടുള്ള ഒരു ഫ്രിക്ഷനിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് പാർലമെൻ്ററി നടപടിക്രമങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇദ്ദേഹം കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ജസ്റ്റിസ് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റ് പോലുള്ള നിർണായകമായ പ്രമേയങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനാണ് കൈകാര്യം ചെയ്തത്. ഇതൊക്കെ ആയിരിക്കാം അദ്ദേഹം റിസൈൻ ചെയ്യാനുള്ള കാരണങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്.
ഏതായാലും സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ജഗ്ദീപ് ധൻഖർ ഒരു ദിവസം അദ്ദേഹം എന്തുകൊണ്ട് റിസൈൻ ചെയ്തു എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ തുറന്നു പറയും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.